തീരത്ത് ലഹരിവേട്ട. ഗുജറാത്തിൽ വൻ ലഹരിമരുന്ന് വേട്ട. സാധാരണ ലഹരിമരുന്ന് വേട്ടയല്ല ഇത്. ഇന്ത്യൻ സമുദ്രാതിർത്തിയിലെ കനത്ത സുരക്ഷ കാറ്റിൽ പറത്തി വിദേശത്ത് നിന്ന് ലഹരിമരുന്നും കഞ്ചാവും ഒക്കെ കടത്തുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ട്. ഇന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഗുജറാത്തിലെ പോർബന്തറിലായിരുന്നു അത്. ആന്റി ടെറർ സ്ക്വാഡിന്റെയും പോലീസിന്റെയും വിദഗ്ധമായ ഓപ്പറേഷനിലൂടെ 2 ഇറാനിയൻ പൗരന്മാരെ പിടികൂടിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിലെ കണ്ണികളെന്ന് സംശയിക്കുന്ന 2 പേരെ. ഗുജറാത്ത് പോലീസിനും ATSനും കോസ്റ്റ് ഗാർഡിനും ഒരുപോലെ തന്നെ രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇന്ന് രാവിലെ 10:15 ഇന്ത്യൻ സമുദ്രാതിർത്തി പോർബന്തറിലാണത്. നോട്ടിക്കൽ മൈലുകൾക്കകലെ വെച്ച് തന്നെ ഇത്തരത്തിൽ ഒരു സംഘം ഇവിടെ എത്തുന്നതായിട്ടുള്ള സൂചന ലഭിച്ചു. ഉടൻ തന്നെ ആദ്യം അവിടെ എത്തിയത് കോസ്റ്റ് ഗാർഡ് ആയിരുന്നു. അവിടെ എത്തി വിശദമായ പരിശോധന നടത്തി. അങ്ങനെയാണ് 203 കിലോയിലധികം രാസലഹരി മരുന്നുമായി 2 ഇറാനിയൻ പൗരന്മാർ സമുദ്രാതിർത്തി കടക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തന്നെ തൂക്കി ATSും പോലീസും ചേർന്ന് ഇവരെ. ഇറാനിയൻ മത്സ്യബന്ധന ബോട്ടും പിടിച്ചെടുത്തു. ഇറാനിലെ കുപ്രസിദ്ധ ലഹരി മാഫിയ സംഘത്തിന്റെ തലവനാണ് ഹാജി ഫിദ. ഹാജിയുടെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട 2 പേരാണ് പിടിയിലായതെന്നാണ് ATS നൽകുന്ന വിവരം. കൊണാർക്ക് തുറമുഖത്ത് നിന്നും ഇവർ ഇന്നലെ 203 പാക്കറ്റുകളിലാക്കി രാസലഹരി മരുന്ന് ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ പോർബന്തറിൽ എത്തിക്കുക എന്നതായിരുന്നു ആദ്യം ലക്ഷ്യം വെച്ച പദ്ധതി. പിന്നീട് അത് ഇന്ത്യൻ ബോട്ടിന് കൈമാറി പഞ്ചാബിലേക്ക് കൊണ്ടുപോയി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യമാണ് പാടെ പൊളിഞ്ഞിരിക്കുന്നത്. അബ്ദുൾ സത്താർ, അബ്ദുൾ മജീദ് എന്നീ 2 ഇറാനിയൻ പൗരന്മാരാണ് പിടിയിലായിരിക്കുന്നത്. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത മത്സ്യബന്ധന ബോട്ടും രാസലഹരി മരുന്ന് പാക്കറ്റുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ് പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ് 2 പേരും. എന്തിനാണ് ഇവിടെ എത്തിയത്, എങ്ങനെ ഇവിടെ എത്തി, ആരാണ് പദ്ധതിക്ക് പിന്നിൽ, ആർക്കാണ് ലഹരി മരുന്ന് നൽകാൻ പദ്ധതിയിട്ടത് തുടങ്ങിയ കാര്യങ്ങളടക്കം കേന്ദ്രീകരിച്ച വിശദമായ അന്വേഷണത്തിലേക്കാണ് കോസ്റ്റ് ഗാർഡും ഭീകരവിരുദ്ധ സ്ക്വാഡും പോലീസും കടന്നിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിജു ഇന്ദിരയ്ക്കൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്. ഇൻ റിപ്പോർട്ടർ.